ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു ബാലൻ താമസിച്ചിരുന്നു. അവന്റെ പേര് അരുൺ. കുടുംബം സാധാരണക്കാരാണ്. അച്ഛൻ കൂലിപ്പണിക്കാരൻ, അമ്മ വീട്ടമ്മ. സാമ്പത്തികമായി പിന്നോക്കം നിന്നെങ്കിലും സ്വപ്നങ്ങളിൽ അവർ സമ്പന്നരായിരുന്നു. അരുണിന്റെ ഏറ്റവും വലിയ സ്വപ്നം ഡോക്ടറാവുക എന്നതായിരുന്നു. ഗ്രാമത്തിലെ സർക്കാർ ആശുപത്രിയിൽ ഒരിക്കൽ അമ്മയെ കൊണ്ടുപോയപ്പോഴും അവിടെ രോഗികളെ ആശ്വസിപ്പിച്ച് ചികിത്സിക്കുന്ന ഒരു ഡോക്ടറെ കണ്ടത് അവന്റെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി. ഒരു ദിവസം ഞാനിങ്ങനെ ആളുകളെ സഹായം ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചു. പക്ഷെ സ്വപ്നം കാണുന്നത് എളുപ്പമാണ്, അതിലേക്ക് എത്താൻ വഴി കടുപ്പമാണ്. സ്കൂളിൽ പോകാൻ അരുൺ ദിവസവും 4 കിലോമീറ്റർ നടന്നു പോകേണ്ടി വരുമായി. പലപ്പോഴും മഴയും ചൂടും തടസ്സമായി. ചില ദിവസങ്ങളിൽ പുസ്തകം വാങ്ങാൻ പോലും പണമുണ്ടായിരുന്നില്ല. സുഹൃത്തുക്കൾ പുതിയ ബാഗ്, ഷൂ വാങ്ങുമ്പോൾ അരുൺ പഴയ ബാഗ് തുന്നിച്ചേർത്ത് വീണ്ടും ഉപയോഗിച്ചു. ഒരു ദിവസം സ്കൂളിൽ അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ എന്താകണം? പലരും വ്യത്യസ്ത ഉത്തരങ്ങൾ പറഞ്ഞു. അരുൺ മടിച്ചുകൊണ്ട് പറഞ്ഞു, സാർ, എനിക്കൊരു ഡോക്ടറാകണം. ചില കുട്ടികൾ ചിരിച്ചു. നിനക്കോ? അതിന് വലിയ പണം വേണമെന്ന് അവർ പറഞ്ഞു. ആ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ കുത്തി നോവുന്ന പോലെ തോന്നി. വൈകുന്നേരം വീട്ടിലെത്തി അവൻ വിഷമത്തോടെ ഇരിക്കുമ്പോൾ അമ്മ ചോദിച്ചു, എന്താണ് മോനെ? അരുൺ എല്ലാം പറഞ്ഞു. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, പണമില്ലാത്തത് കുറവല്ല, ശ്രമമില്ലാത്തതാണ് കുറവ്. നീ പഠിക്ക്, ദൈവം ബാക്കി നോക്കും. ആ വാക്കുകൾ അവന്റെ മനസ്സിലൊരു വിളക്കായി തെളിഞ്ഞു. അതിനുശേഷം അരുൺ കൂടുതൽ പരിശ്രമിച്ചു. പുലർച്ചെ എഴുന്നേറ്റ് പഠനം, വൈകുന്നേരം അച്ഛനെ സഹായിക്കൽ, രാത്രിയിൽ വീണ്ടും പഠനം. പലപ്പോഴും വൈദ്യുതി ഇല്ലാത്തപ്പോൾ മണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ചു. ഗ്രാമത്തിൽ ലൈബ്രറിയിൽ പോയി പഠിച്ചു. പഴയ പുസ്തകങ്ങൾ വായിച്ചു. അധ്യാപകൻ അവന്റെ ആത്മാർത്ഥത കണ്ട് സഹായിച്ചു. +2 പരീക്ഷ അവൻ ജില്ലയിൽ മികച്ച മാർക്ക് നേടി. ഗ്രാമം മുഴുവൻ അഭിമാനിച്ചു. തുടർന്ന് മെഡിക്കൽ എൻട്രൻസ് പാസ്സായി അവൻ തയ്യാറായി. പലരും ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അരുണിന്റെ അമ്മയുടെ വാക്കുകൾ ഓർമ്മ വന്നു, ശ്രമമില്ലാത്തതാണ് കുറവ്. അവസാനം ഫലം വന്നു. അരുൺ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി. അച്ഛൻ്റെ കണ്ണിൽ സന്തോഷ കണ്ണീർ. അമ്മ പ്രാർത്ഥനയ്ക്കായി കൈകൾ ചേർത്തു. ഗ്രാമത്തിൽ കുട്ടികൾ ഒരിക്കൽ ചിരിച്ചവർ പോലും ഇപ്പോൾ അഭിനന്ദിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. അരുൺ ഡോക്ടറായി. അതേ ഗ്രാമത്തിൽ സർക്കാർ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചു. ഒരിക്കൽ അമ്മയെ കൊണ്ടുപോയ അതേ ആശുപത്രി. രോഗികളെ സ്നേഹത്തോടെ പരിചരിക്കണം അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത. സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ, പരിശ്രമിക്കാൻ തയ്യാറായാൽ അസാധ്യമായി ഒന്നുമില്ല. ഒരു ദിവസം സ്കൂളിൽ കുട്ടികൾ പ്രസംഗിക്കാൻ അവനെ ക്ഷണിച്ചു. അരുൺ അവരോട് പറഞ്ഞു, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരും, ആളുകൾ നിങ്ങളെ പരിഹസിക്കും. പക്ഷേ നിങ്ങൾ സ്വയം വിശ്വസിക്കണം. ഇന്ന് നിങ്ങൾ എവിടെയാണെന്നത് പ്രധാനമല്ല, നാളെ നിങ്ങൾ എവിടെ എത്തണമെന്നതാണ് പ്രധാനപ്പെട്ടത്. ചെറുതായിട്ടുള്ള ശ്രമങ്ങൾ പോലും വലിയ വിജയങ്ങൾക്ക് വഴിയൊരുക്കും. കുട്ടികളുടെ കണ്ണുകളിൽ പുതിയ സ്വപ്നങ്ങൾ മിന്നി. ആ ചെറിയ ഗ്രാമത്തിൽ നിന്നും ഒരു വലിയ പാഠം ലോകത്തിലേക്ക് പുറപ്പെട്ടു. സാഹചര്യങ്ങൾ നമ്മെ നിർണ്ണയിക്കുന്നില്ല, നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മെ നിർണ്ണയിക്കുന്നത്.